The grain as big as a hen's egg എന്നുള്ള ചാപ്റ്ററിൽ നിന്നുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ. ഓക്കെ, സോ ഈ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ആൻഡ് വെറും 5 മിനിറ്റ് കൊണ്ട് ഈ ഒരു ക്വസ്റ്റ്യനും അതിന്റെ ആൻസർ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവാണ്. ആൻഡ് ഇതിലൂടെ നിങ്ങൾക്ക് ഒരു 5 മാർക്ക് സെറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പൊ ഡിസ്ക്രിപ്ഷൻ എഴുതാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് ചോദിക്കാം. എന്താണെടാ മക്കളെ ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വിവരണം നൽകുക അല്ലെ, വിവരണം എഴുതുക. മലയാളത്തില് വിവരണം എഴുതുക എന്ന് നമ്മളോട് പറയും. ഓക്കെ, സോ ഡിസ്ക്രൈബ് ചെയ്യാൻ എന്തെങ്കിലും ഒരു ഇവന്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പിക്ചർ ആവാം, ഏതെങ്കിലും ഒരു ഇവന്റ് ആവാം, ഇങ്ങനെ ഡിസ്ക്രിപ്ഷൻ എഴുതാനുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങളോട് എന്തായാലും ചോദിക്കും. ആൻഡ് ഈ ഒരു ചാപ്റ്ററിൽ നിന്നും അങ്ങനെ ഒരു ഡിസ്ക്രിപ്ഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ആൻഡ് ഈ ഒരു ഡിസ്ക്രിപ്ഷൻ എഴുതാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേകമായിട്ടുള്ള പാറ്റേൺ ഒന്നുമില്ല. എന്താണോ ക്വസ്റ്റ്യൻ അതിനനുസരിച്ച് വേണം നമ്മൾ ആ ഒരു ഡിസ്ക്രിപ്ഷൻ എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ഡു യു റിമെമ്പർ ദ സ്റ്റോറി ഓഫ് ദ ഗ്രേറ്റ്? ഗ്രേന്റെ സ്റ്റോറി നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയില്ലേ? The king ordered his servant to bring the old peasant to the palace. അങ്ങനെ നമ്മുടെ കിങ് ആ ഒരു ഗ്രെയിൻ കിട്ടിയപ്പോ അല്ലെ, കോണിന്റെ ഗ്രെയിൻ കിട്ടിയപ്പോ അത് മനസ്സിലാവാതെ അത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ ഒരു ഓൾഡ് പെസന്റിനെ, കുറച്ച് പ്രായമായിട്ടുള്ള ഒരു കർഷകനെ തന്റെ കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറയാണ്. And the servant went to the old peasant's house and took him to the palace. അങ്ങനെ servants എല്ലാരും കൂടി എന്ത് ചെയ്തു? ആ ഒരു ഓൾഡ് പെസന്റിനെയും കൊണ്ട്, ആ ഒരു ഓൾഡ് കർഷകനെയും കൊണ്ടിട്ട് നമ്മുടെ പാലസിലേക്ക് എത്താണ്. When they left, the old man's wife was worried. Why did the king call my husband? അല്ലെ, അപ്പൊ ആ ഒരു അദ്ദേഹത്തിനെ കൂട്ടിക്കൊണ്ടുപോയപ്പോ അദ്ദേഹത്തിന്റെ വൈഫിന് ഭയങ്കര സങ്കടമായി, വെറീഡായി, വിഷമായി. Why did the king call my husband? എന്തിനാണ് ആ ഒരു രാജാവ് എന്റെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ടുപോയത്? She asked herself. അവളോട് തന്നെ ചോദിച്ചു. Later in the evening, the man returned from the palace and the wife was waiting for him, and he described all events to her. How will he describe the events that happened in the palace? Write the description. So അങ്ങനെ ഈവനിങ് ആയപ്പോ നമ്മുടെ ആ ഒരു ഓൾഡ് പെസന്റ് തിരിച്ചു വീട്ടിലെത്താണ്. ആൻഡ് വൈഫ് അദ്ദേഹത്തിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഓൾഡ് പെസന്റ് തന്റെ വൈഫിനോട് ഡിസ്ക്രൈബ് ചെയ്യാണ്. സോ ഇവിടെ എഴുതേണ്ട ഡിസ്ക്രിപ്ഷൻ എന്താണ്? ഓൾറെഡി കിങ്ങിന്റെ പാലസിൽ നടന്ന കാര്യങ്ങൾ ഇവിടെ ഒരു ഹസ്ബൻഡ് തന്റെ വൈഫിനോട് ഡിസ്ക്രൈബ് ചെയ്യാണ്. സോ ഇവിടെ ഒരു പെസന്റ് ആയിട്ട് വേണ്ടേ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട്? ഓൾഡ് പെസന്റ് ആയിട്ട് വേണം നമ്മൾ എന്ത് എഴുതാൻ വേണ്ടിയിട്ട്? ഇവിടെ ഡിസ്ക്രിപ്ഷൻ എഴുതാൻ വേണ്ടിയിട്ട്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, ആൻഡ് ഹൗ വിൽ ഹി ഡിസ്ക്രൈബ് ദ ഇവന്റ്സ് ദാറ്റ് ഹാപ്പൻഡ് ഇൻ ദ പാലസ്? റൈറ്റ് ദ ഡിസ്ക്രിപ്ഷൻ. സോ എങ്ങനെയായിരിക്കും ആ ഒരു പാലസിൽ, ആ ഒരു കൊട്ടാരത്തിൽ നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇദ്ദേഹം ഡിസ്ക്രൈബ് ചെയ്യുക? അത് നമ്മളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ആൻസർ നോക്കിയാലോ? The king, okay, മിസ് സൂം ചെയ്തിട്ട് വായിക്കാം കേട്ടോ. The king wanted to ask me about a strange thing. കിങ്ങിന് എന്നോട് വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള, വളരെ വിചിത്രമായിട്ടുള്ള ഒരു കാര്യം ചോദിക്കണമായിരുന്നു. ഇറ്റ് വാസ് എ ഗ്രെയിൻ ഓഫ് കോൺ. അത് ഒരു കോണിന്റെ ഗ്രെയിൻ ആയിരുന്നു, ഒരു ധാന്യമായിരുന്നു. ബട്ട് ഇറ്റ് വാസ് വെരി ബിഗ്, ലൈക്ക് ദ സൈസ് ഓഫ് ഹെൻസ് എഗ്. അല്ലെ, ഒരു മുട്ടയുടെ അത്രയും വലുപ്പമുള്ള ഒരു ഗ്രെയിൻ ആയിരുന്നു അത്, ഒരു കോണിന്റെ ഗ്രെയിൻ ആയിരുന്നു. He asked me if I had ever seen or grown such a grain. അല്ലെ, അപ്പൊ അദ്ദേഹം എന്നോട് ചോദിച്ചു, ഞാൻ ഇതുവരെ അങ്ങനെ ഒരു കോൺ കണ്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു കോൺ ഞാൻ നട്ട് വളർത്തിയിട്ടുണ്ടോ എന്ന് അദ്ദേഹം എന്നോട് ചോദിച്ചു. I told him that I hadn't, but maybe my father knew about it. അല്ലെ, അപ്പൊ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, എനിക്ക് അറിയില്ല, ഞാൻ ഇങ്ങനത്തെ ഒരു കാര്യം കണ്ടിട്ടില്ല, പക്ഷെ എന്റെ അച്ഛന് അറിയായിരിക്കും എന്ന് ഞാൻ പറഞ്ഞു. And then they brought my father to the king. അല്ലെ, പിന്നെ നമ്മുടെ അച്ഛനെയും കൂട്ടിയിട്ട് എന്ത് ചെയ്തു? ആ കിങ്ങിന്റെ അടുത്തേക്ക് വന്നു. And my father also said he didn't know about such big grains, but suggested asking his father. So they brought my grandfather. അങ്ങനെ അച്ഛൻ പറഞ്ഞു, അച്ഛനും ഇതുവരെ ഇത്ര വലിപ്പമുള്ള ഒരു ഗ്രെയിൻ കണ്ടിട്ടില്ല. അങ്ങനെ അച്ഛൻ അവന്റെ അച്ഛനെ എന്ന് വെച്ചാൽ ഇവന്റെ മുത്തശ്ശനെ കൂട്ടിക്കൊണ്ടുവരാൻ പറയാണ്. And he looked strong and healthy, much better than me or my father. ആ മുത്തശ്ശൻ വന്നപ്പോ മുത്തശ്ശൻ എന്നെക്കാളും എന്റെ അച്ഛനെക്കാളും ഭയങ്കര സ്ട്രോങ്, നല്ല ശക്തിയുള്ളതും അതുപോലെ ആരോഗ്യവാനായിട്ടാണ് ഉണ്ടായിരുന്നത്. And he told the king that in his time such grains were common. അപ്പൊ അദ്ദേഹം കിങ്ങിനോട്, രാജാവിനോട് പറയാണ്, അന്നത്തെ കാലത്ത് ഇത്തരത്തിലുള്ള വലിയ ഗ്രെയിൻസ് ഒക്കെ സാധാരണയായിരുന്നു, കോമൺ ആയിരുന്നു. And he said they didn't buy or sell corn because everyone grew their own and shared it with others. അല്ലെ, അപ്പൊ അന്നത്തെ കാലത്ത് ഇവര് സാധനങ്ങൾ അല്ലെങ്കിൽ കോണൊക്കെ വാങ്ങോ അല്ലെങ്കിൽ വിൽക്കോ ഒന്നും ചെയ്യാറില്ലായിരുന്നു.
എല്ലാവരും സ്വന്തം സ്ഥലത്ത് അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ സ്ഥലത്ത്, അന്ന് സ്വന്തം സ്ഥലം എന്നുള്ള ഒരു കാഴ്ചപ്പാട് വരെ ഇല്ലായിരുന്നു. അവര് കൃഷി ചെയ്തിട്ട് അവർ തന്നെ അവർക്ക് വേണ്ട ഭക്ഷണം ഉണ്ടാക്കാറായിരുന്നു. ആൻഡ് ലാൻഡ് വാസ് ഫ്രീ ആൻഡ് പീപ്പിൾ വർക്ക് ഹാർഡ് വിത്ത് ദെയർ ഹാൻഡ്സ് ടു ഗ്രോ ഫുഡ്. അല്ലെ, അപ്പൊ അന്ന് ലാൻഡ് ഒക്കെ ഫ്രീ ആണ്. ആൾക്കാർ എന്ത് ചെയ്തു? ഭക്ഷണം ഉണ്ടാക്കാൻ, അവർക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അവർ ഹാർഡ് വർക്ക് ചെയ്ത് കഠിനാധ്വാനം ചെയ്ത് അവർക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണം അവര് ഉണ്ടാക്കിയെടുക്കായിരുന്നു. ക്ലിയർ? ആൻഡ് ദ കിങ് ഓൾസോ ആസ്ക്ഡ് why my father was so healthy while I need crutches and my father needs one crutch. Grandfather said it because in his time people lived simply and worked hard with their own hands following God's laws. അങ്ങനെ കിങ് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഗ്രാൻഡ് ഫാദർ ഇത്ര ആരോഗ്യവാനായിട്ടും അതുപോലെ ക്രച്ചസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഊന്നുവടികളാണ്. ഊന്നുവടികളൊന്നും വേണ്ടാതെ, ക്രച്ചസ് ഒന്നും വേണ്ടാതെ എന്തുകൊണ്ടാണ് ഗ്രാൻഡ് ഫാദർ ഇത്ര ആരോഗ്യപരമായിട്ട് ഇരിക്കുന്നതെന്നാണ് നമ്മുടെ കിങ് ചോദിച്ചത്. ആൻഡ് ഗ്രാൻഡ് ഫാദർ said it because in his time, അദ്ദേഹത്തിന്റെ കാലത്ത് ആൾക്കാരൊക്കെ വളരെയധികം ഹാർഡ് വർക്ക് ചെയ്തിട്ട് സ്വന്തം കൈ കൊണ്ട് അധ്വാനിച്ചായിരുന്നു ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് എല്ലാവരും ദൈവത്തിന്റെ നിയമമായിരുന്നു പാലിച്ചിട്ടുണ്ടായിരുന്നത്. ബട്ട് നൗ പീപ്പിൾ ഡിപെൻഡ് ഓൺ അതേഴ്സ് വർക്ക് ആൻഡ് തിങ്സ് ഹാവ് ചേഞ്ച് ഫോർ ദ വേഴ്സ്. അല്ലെ, പക്ഷെ ഇപ്പോഴാണെങ്കിൽ ആൾക്കാർ മറ്റുള്ളവരെ ആശ്രയിച്ചിട്ട്, മറ്റുള്ളവരെ ജോലിയിൽ ആശ്രയിച്ചിട്ടാണ് ജീവിക്കുന്നത്. ആൻഡ് എല്ലാ കാര്യങ്ങളും മാറി മറിഞ്ഞു. ഈവൻ വേഴ്സ് ആയി മോശമായിട്ട് ഇപ്പോ മാറിയിട്ടുണ്ട് എന്നാണ് നമ്മുടെ ഗ്രാൻഡ് ഫാദർ പറഞ്ഞത്. സോ ഇത്രയും കാര്യങ്ങൾ എഴുതി കഴിഞ്ഞാൽ എന്റെ മക്കളുടെ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ എന്നുള്ള ഒരു ടോപ്പിക് സെറ്റ് ആണ്. സോ നമ്മൾ ഇതായി ഒരു ഡിസ്ക്രിപ്ഷൻ എന്നുള്ള ടോപ്പിക് പഠിച്ചിട്ടുണ്ട്. എക്സാമിന് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും 5 മാർക്ക് സെറ്റ് ആയിട്ട് വാങ്ങാൻ വേണ്ടി പറ്റും. സോ ഇതുപോലെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.